ബസ്സിന് തീപിടിച്ചു. ആർക്കും പരിക്കില്ല. അപകടം സ്കൂളിലേക്ക് കുട്ടികളെ എടുക്കാൻ പോകുന്നതിനിടെ വാഹനം മുഴുവനായി കത്തി നശിച്ചു. കത്തിയ വണ്ടിയിൽ ആദ്യം ഒഴിച്ചത് കുടിവെള്ള ടാങ്കറിലെ വെള്ളം. ആഗ്ര ലക്നൗ എക്സ്പ്രസ് ഹൈവേയിൽ സ്ലീപ്പർ ബസ് കണ്ടെയ്നറിൽ ഇടിച്ച അപകടം. 3 സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടെ 8 പേർ മരിച്ചു. 19 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് ബീഹാറിൽ നിന്ന് ഡൽഹിക്ക് പോയ ബസ്. മലയാറ്റൂർ ഇല്ലിത്തോട് കിണറ്റിൽ വീണ കുട്ടിയാനയെ രക്ഷിച്ച് അമ്മയാന. കിണറ്റിൽ വീണ കുട്ടിയാനയെ അമ്മയാന വലിച്ചുകയറ്റി. കുട്ടിയാന കിണറ്റിൽ വീണ സ്ഥലത്ത് പ്രദേശവാസികളുടെ പ്രതിഷേധം. പ്രദേശത്ത് ആനശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. കോപ്പ അമേരിക്കയിൽ അർജന്റീന ഫൈനലിൽ. സെമിയിൽ കാനഡയെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 2 ഗോളിന്. അർജന്റീനയ്ക്കായി ഗോൾ നേടിയത് മെസ്സിയും അൽവാരസും. യുറുഗ്വായ് കൊളംബിയ മത്സരങ്ങളിലെ വിജയിയെ ഫൈനലിൽ നേരിടും. യൂറോ കപ്പിൽ ഫൈനൽ ഉറപ്പിച്ച് സ്പെയിൻ. സെമിയിൽ ഫ്രാൻസിനെ 1-2 ഗോളിന് തോൽപ്പിച്ചു. ഗോൾ നേടി യുവതാരം ലാമിൻ യമാലും ഒൽമോയും. ഫ്രാൻസിന്റെ തോൽവി 1 ഗോളിന് മുന്നിൽ നിന്ന ശേഷം. PSC കോഴ വിവാദത്തിൽ പ്രദീപ് കോട്ടൂളിക്കെതിരെ CPM അന്വേഷണം നടത്തിയേക്കും. കോഴിക്കോട് ജില്ലാ നേതൃത്വത്തോട് വിശദീകരണം തേടി CPIM. പരാതി ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടായെന്ന് സംസ്ഥാന നേതൃത്വം. മന്ത്രി തന്നെ പരാതി നൽകിയിട്ടും ജില്ലാ നേതൃത്വം ഗൗരവമായി കണ്ടില്ലെന്നും വിമർശനം. വിഴിഞ്ഞം ട്രയൽ റൺ ഉദ്ഘാടനത്തിന് ഇനി 2 ദിവസം മാത്രം. കപ്പൽ ഇന്ന് രാത്രിയോടെ നങ്കൂരമിടും. നാളെ രാവിലെ ബർത്തിങ്. 2000 കണ്ടെയ്നറുകളുമായി എത്തുന്നത് ചാർട്ടേഡ് മദർഷിപ്പായ സാൻ ഫെർണാണ്ടോ. ഒരു വിഭാഗം മത്സ്യത്തൊഴിലാളികളെ അവഗണിച്ചെന്ന് കാണിച്ച് നാളെ കരിദിനം പ്രഖ്യാപിച്ച് ജമാഅത്ത് കമ്മിറ്റി. EK നായനാർ സർക്കാരാണ് ആദ്യമായി വിഴിഞ്ഞം പദ്ധതിക്കായി കമ്മിറ്റിയെ നിയോഗിച്ചതെന്ന് VN വാസവൻ. ഉമ്മൻചാണ്ടി സർക്കാർ എന്ന വാദം തെറ്റ്. AK ആന്റണി സർക്കാർ ടെൻഡർ കൊടുത്തില്ലെന്നും VS അച്യുതാനന്ദൻ സർക്കാരാണ് അതിന് മുൻകൈ എടുത്തതെന്നും മന്ത്രി. കത്വ ഭീകരാക്രമണം വിലയിരുത്തി പ്രധാനമന്ത്രി. റഷ്യ സംഘർഷണത്തിനിടെ യോഗം ചേർന്നു. അതിർത്തിക്കപ്പുറത്ത് നിന്ന് ഭീകരരെ സഹായിക്കുന്ന കേന്ദ്രങ്ങൾ കണ്ടെത്തണമെന്ന് നിർദ്ദേശം. ഭീകരർക്കായി തിരച്ചിൽ ഊർജിതം. അന്വേഷണം NIA ഏറ്റെടുത്തേക്കും. നീറ്റ് പരീക്ഷാക്രമക്കേടിൽ കേന്ദ്ര സർക്കാരും NTA-യും സുപ്രീം കോടതിയിൽ ഇന്ന് സത്യവാങ്മൂലം സമർപ്പിക്കും. ചോദ്യപേപ്പറിന്റെ അച്ചടിയും വിതരണവും ലോക്കറിൽ സൂക്ഷിച്ചതടക്കമുള്ള വിശദാംശങ്ങൾ അറിയിക്കണമെന്ന് നിർദ്ദേശം. CTEC പരീക്ഷാ തട്ടിപ്പിൽ ബീഹാറിൽ 31 പേർ പിടിയിൽ. അറസ്റ്റ് ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതിയത് കണ്ടെത്തിയതിനെ തുടർന്ന്. തൃശൂർ മുളങ്കുന്നത്തുകാവ് തീപിടുത്തത്തിൽ ഇന്ന് വിശദമായ പരിശോധന നടത്തും. തീപിടുത്തത്തിൽ 1 മരണം. മരിച്ചത് പാലക്കാട് സ്വദേശി ലിബിൻ. തീ നിയന്ത്രണ വിധേയമാക്കിയത് 7 ഫയർഫോഴ്സ് യൂണിറ്റുകളുടെ സഹായത്തോടെ. കൊലക്കേസിൽ 13 വർഷമായി ജയിലിൽ കഴിയുന്ന 2 പ്രതികളെ ഉടൻ മോചിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അറസ്റ്റിലാകുമ്പോൾ പ്രതികൾക്ക് പ്രായപൂർത്തിയായിരുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി. നിർദ്ദേശം 2011 ഇടുക്കി ദേവികുളത്ത് പളനിസ്വാമിയെ കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരായ CI-മാർക്കെതിരെ നടപടിയെടുക്കാനും ഉത്തരവ്. സ്വവർഗ വിവാഹ വിധി പുനഃപരിശോധിക്കണമെന്ന ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. സ്വവർഗാനുരാഗികളുടെ നിയമപരമായ അംഗീകാരം പുനഃപരിശോധിക്കണമെന്നും ആവശ്യം. ഹർജികൾ പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച്. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളിയത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കൾ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. കേസ് സിനിമയുടെ ലാഭവിഹിതം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 8 കോടി രൂപ വാങ്ങിയെന്ന സ്വകാര്യ വ്യക്തിയുടെ പരാതിയിൽ. പരിഗണിക്കുന്നത് നടൻ സൗബിൻ ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ.
ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസ് അറസ്റ്റിലായ KD പ്രതാപനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ED ഇന്ന് കോടതിയിൽ. നിക്ഷേപകരിൽ നിന്ന് പിരിച്ചെടുത്ത പണം കള്ളപ്പണ ഇടപാടിലൂടെ വിദേശത്തേക്ക് കടത്തി. ഇത് കണ്ടെത്താൻ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യം. മലപ്പുറത്ത് 1200 കോടി രൂപയുടെ മോറിസ് കോയിൻ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ്. 3 പ്രതികൾ പിടിയിൽ. തട്ടിപ്പുകാരെ പിടികൂടിയത് ജില്ലാ ക്രൈംബ്രാഞ്ച് യൂണിറ്റ്. ഗാസയിൽ ആക്രമണം തുടർന്ന് ഇസ്രയേൽ തെക്കൻ ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 29 പേർ കൊല്ലപ്പെട്ടു. ആക്രമണം ഖാൻ യൂനിസിൽ അഭയാർത്ഥികൾക്കായി ഒരുക്കിയ കൂടാരങ്ങളിൽ. ഗാസയിലെ കരയുദ്ധവും ഇസ്രയേൽ ശക്തമാക്കി. ഗാസയിൽ ഇസ്രയേൽ വ്യോമാക്രമണത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് ഹമാസ്. ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ സമാധാന ചർച്ചകളിൽ നിന്ന് പിൻവാങ്ങുമെന്ന് ഹമാസിന്റെ മുന്നറിയിപ്പ്. നിലപാട് അറിയിച്ചത് ഖാൻ യൂനിസിലെ അഭയാർത്ഥി ക്യാമ്പിന് നേരെയുള്ള ആക്രമണത്തിന് പിന്നാലെ. യൂറോ കപ്പ് ഫൈനലിൽ സ്പെയിനിന്റെ എതിരാളികൾ ആരെന്ന് ഇന്നറിയാം. 2ാം സെമിയിൽ ഇംഗ്ലണ്ടും നെതർലൻഡ്സും നേർക്കുനേർ. മത്സരം ഇന്ന് രാത്രി 12:30. ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലകൻ. ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിൽ ചുമതല ഏറ്റെടുക്കും. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുതിയ അധ്യായമെന്ന് BCCI. ഇന്ത്യയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പരമാവധി ചെയ്യുമെന്ന് ഗംഭീർ. സിംബാബ്വേക്കെതിരായ 2020 പരമ്പരയിൽ മുന്നിലെത്താൻ ഇന്ത്യ. സഞ്ജുവും ദുബൈയും യശസ്വിയും ടീമിലെത്തിയേക്കും. 3ാം മത്സരം വൈകിട്ട് 4:30.